ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഓവനൊന്നും ഉപയോഗിക്കാതെ ചീനച്ചട്ടിയിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം 1 കിലോ തൂക്കം വരുന്ന നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഓവനൊന്നുമില്ലാതെ ചീനച്ചട്ടി തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഉറപ്പായിട്ടും നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ക്യാരറ്റ് കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഒരു തവണയെങ്കിലും പ്ലം കേക്ക് തയ്യാറാക്കി നോക്കുക കേട്ടോ. കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് പൊട്ടുന്ന സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഗരം മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 20 ഗ്രാമ്പു, 20 ഏലയ്ക്ക, അതേപോലെ തന്നെ 2 ജാതിക്കയുടെ കുരു, ഒരു 10 നമ്മുടെ കറുകപ്പട്ടയും, അതേപോലെ തന്നെ ഒരു 2-3 കഷ്ണം നമ്മുടെ ചുക്കും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചുക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ജാതിക്കയുടെ കുരും പതുക്കതായി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടായി എടുക്കാനും അതേപോലെ തന്നെ പൊടിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പതുക്കതായി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ ഒരു പാനിൽ സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് ഒരു 1/4 മണിക്കൂർ നല്ല വെയിലത്ത് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഗരം മസാലയൊക്കെ ചൂടാക്കില്ലേ, അതേപോലെ തന്നെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാനൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമുണ്ടാവും. ഇനിയിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഗരം മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗരം മസാല വേറൊരു പാത്രത്തിലാക്കി നമുക്കൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതിയാവും. ഇത് മുഴുവനൊന്നും വേണ്ട, ഒരു കേക്കിന് ഏകദേശം 1 ടീസ്പൂൺ എടുത്ത് മാത്രം മതിയാവും. അപ്പം നമ്മുടെ മസാല അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ക്യാരമൽ സിറപ്പും അതേപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ഫ്രൂട്ട് മിക്സും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാനുള്ളതാണ്. പതുക്കെ നന്നായിട്ട് ചൂട് കയറി ശരിക്കും ഒന്ന് ഉരുകി വരുന്നുണ്ട് നമ്മുടെ പഞ്ചസാര. കണ്ടോ, നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി ശരിക്കും മെൽറ്റായിട്ട് ഈ ഒരു കളറിൽ വേണം വരാനായിട്ട്. പതുക്കെ ഒന്ന് പതഞ്ഞ് വരും. ഗ്യാസ് ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിമണം കയറി വരും. കണ്ടതാ, ഇതേപോലെ പതുക്കെ ഒന്ന് പതഞ്ഞ് വരാൻ നേരത്ത് നമ്മൾ എത്ര പഞ്ചസാരയാണോ എടുത്തത് അത്രയും തന്നെ വെള്ളം തിളപ്പിച്ചത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം തന്നെ നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തതാണ്. ഇതേപോലെ കുറച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടത് ഒരു 2-3 മിനിറ്റ് തിളച്ച് നന്നായിട്ട് തന്നെ വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാരമൽ ചെയ്തെടുത്ത് ഈ കളറാണ് നമ്മുടെ കേക്കിൻ്റെ കളറായിട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഈ ക്യാരമൽ ചെയ്ത പഞ്ചസാരയുടെ നേർപ്പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ ക്യാരമൽ ചെയ്ത മിക്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഫ്രൂട്ട് മിക്സും ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫാട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് ബദാമും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ ഈന്തപ്പഴമാണ്. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഈന്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതായിട്ട് എടുത്തിരിക്കുന്നത്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇതിനങ്ങനെ കറക്റ്റ് ഇന്ന അളവ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി എടുത്തിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കളർ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു ഓറഞ്ചിൻ്റെ നീരും അതേപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലിയും പതുക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്താലും മതി, റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ഇതേപോലെ അതിൻ്റെ തൊലി വെള്ള ഭാഗം വരാതെ നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലപോലെ നമ്മുടെ ഓറഞ്ച് ഒന്ന് അടിച്ച് അതിൻ്റെ നീരെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓണാക്കി ശരിക്കും ഇതിങ്ങ് വറ്റിച്ചെടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങ് വറ്റിച്ചെടുക്കുമ്പോൾ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ആ ടേസ്റ്റും അതേപോലെ തന്നെ പഞ്ചസാര കാരമലൈസിൻ്റെ ആ ടേസ്റ്റും ഒക്കെ ശരിക്കും ആ ഫ്രൂട്ട് മിക്സിലേക്ക് ചേർന്ന് നല്ല അടിപൊളി ഇതേപോലെ കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടും.
അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെയൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇതവിടെ നിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പും അതേപോലെ തന്നെ ഗരം മസാലയും നമ്മുടെ ഫ്രൂട്ട് മിക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗൾ എടുക്കുക. ബൗളിനകത്തേക്ക് 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഒരുപാട് ഫ്രിഡ്ജിലിരുന്ന് നല്ല കട്ടിയായിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. ഇനി ബട്ടർ ബീറ്റർ ഉപയോഗിച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ചേർക്കുമ്പോഴാണ് എപ്പോഴാണെന്നുണ്ടെങ്കിലും കേക്കിന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച്. ഇനി ഇതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റായി വന്നതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പതുക്കെ ബീറ്റായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 3 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ 3 മുട്ടയും ഒരുമിച്ചിട്ടല്ല, മറിച്ച് ഇതേപോലെ ഓരോന്ന് ചേർത്തിട്ട് വേണം ഒന്ന് ബീറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് ബീറ്റായി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പാലൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാടങ്ങ് പിരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കരുതി നമ്മൾ മൈദയൊക്കെ ചേർത്ത് ഒന്ന് റെഡിയായി കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറുതായിട്ട് ഒന്ന് പിരിഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് തണുക്കാനായിട്ട് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പഞ്ചസാര, അതും ഈ സമയം നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ പൊടികളാണ്. അപ്പോൾ ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് 1 പിഞ്ച് മാത്രം മതിയാവും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലം കേക്കിൻ്റെ ഗരം മസാല ഉണ്ടല്ലോ, അതൊരു 3/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പയിലൂടെ ഇതേപോലെ അരിച്ചിട്ട് വേണം എപ്പോൾ കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും നമ്മൾ പൊടികൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം ഒന്നെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പതുക്കെ ഓവർ ബീറ്റൊന്നും ചെയ്യാതെ പതുക്കെ നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തും കൂടി എടുത്താലും മതിയാവും. ഉണ്ട് നമ്മൾ ആ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ കളറൊക്കെ വരുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളറേ ആകെ തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്തേക്ക് നന്നായിട്ട് തണുത്ത് വന്നിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട് മിക്സ് ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നല്ല കട്ടിക്കായിരിക്കും കേട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ടിക്കിരുന്നാൽ മാത്രമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും അതേപോലെ തന്നെ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ മിക്സും കൂടി ചേർത്ത് ഫ്രൂട്ട് മിക്സും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് പരിപാടി എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കലാണ് ചെയ്യേണ്ടത്. നല്ല കട്ടിക്ക് ഇതേപോലെ വേണം ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ കേക്ക് റെഡിയാക്കാനായിട്ട് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ എല്ലാ സൈഡിലേക്കും ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിൻ്റെ മേളിലേക്കും കൂടി നിറയെ ഓയിൽ നമുക്കൊന്ന് പറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ പറ്റി കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നാണെങ്കിലും വിട്ടൊക്കെ പോരാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ നമ്മുടെ കേക്കിൻ്റെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. കണ്ടോ, ഈ ഒരു കട്ടിക്കും ഈ ഒരു കളറിലും വേണം നമ്മുടെ കേക്കിൻ്റെ മിക്സ് വരാനായിട്ട്. നമ്മൾ നേരത്തെ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ പതുക്കെ ഒരു പിരിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലേ, പക്ഷേ ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് തന്നെ നമുക്ക് വരും. അപ്പോൾ പതുക്കെ മേൽഭാഗം കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കാഷ്നട്ടോ ബദാമോ അല്ലെങ്കിൽ ചെറിയോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. പതുക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒരുപാട് അങ്ങ് ടാപ്പൊന്നും ചെയ്യേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏറ്റവും താഴെ പോയി കിടക്കും. അപ്പോൾ ഒരുപാടൊന്നും ടാപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയാവും. ഇനി ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇതേപോലെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നെ അങ്ങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കേണ്ടത് ഒരു 10-15 മിനിറ്റ് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലുമായിട്ടാണ് വെക്കേണ്ടത്. ഒരു 40-45 മിനിറ്റെങ്കിലും വേണ്ടിവരും നമ്മുടെ ഈ കേക്ക് ഒന്ന് റെഡിയായി വരാനായിട്ട്, ഏറ്റവും കുറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വരും. അത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അതേപോലെ തന്നെ ഗ്യാസിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ.
ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വന്നു നമ്മുടെ കേക്ക് ഒന്ന് റെഡിയായി വരാനായിട്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി ഒട്ടും തന്നെ കുഴിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലെ സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ മേൽഭാഗത്തൊക്കെ ആണെങ്കിലും കളറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ശരിക്കും തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. ഒരു 2-3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരും കേട്ടോ. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് 2 ദിവസമൊക്കെ നമ്മുടെ കേക്ക് വെച്ചിരുന്നതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തണുത്തതിന് ശേഷം ആ ബട്ടർ പേപ്പറും കൂടി നമുക്കിങ്ങനെ എടുത്ത് മാറ്റിക്കളയാം. ഏറ്റവും അടിയിലാണെന്നുണ്ടെങ്കിലും എല്ലാ ഫ്രൂട്ട്സൊന്നും വന്നങ്ങനെ കിടക്കുന്നൊന്നുമില്ല. കാണുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈഡൊക്കെ ആണെങ്കിൽ നല്ല കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഫ്രൂട്ട്സൊക്കെ ഏറ്റവും താഴെ പോയി കിടക്കുന്നുണ്ടോ അതോ കറക്റ്റായിട്ടാണോ വന്നതെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സൊന്നും അടിയിലൊന്നും പോയി കിടക്കാതെ നല്ല രീതിക്ക് നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.